ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്നത്തെ രാവിലെ 4 മണിയൊക്കെ ആയപ്പോൾ ഊട്ടിക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. പോകുന്ന വഴിക്കത്തെല്ലാം കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ പയ്യെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. ഗൈസ്, കുരങ്ങൻ പഴം തിരുന്ന കണ്ടോ മങ്കി. അതാണ് എൻ്റെ ഹസ്ബൻഡ്. ഗൈസ്, നമ്മൾ ഊട്ടിയിൽ പോകുന്ന വഴിക്ക് ഒരു വ്യൂ കണ്ടെടുത്ത്, അതെ, ഹണിമൂൺ വിത്ത് ഫാമിലി. ഗൈസ്, നല്ല വ്യൂ കണ്ടപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ്. ഊട്ടിയിലേക്കുള്ള ഒരു യാത്രയിലേക്ക് പോകുകയാണ്. അതെ ഗൈസ്, പിന്നെ വരുന്ന വഴിക്ക് അത്യാവശ്യം കൊള്ളാവുന്നൊരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി. നല്ല ഫുൾ പൈൻ ഗാർഡനൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഫോട്ടോയിൽ കാണുന്നതിനൊക്കെ നേരിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ സ്ഥലം. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ കാട്ടുപന്നിയെ കണ്ടു. ഫുഡ് കഴിക്കാൻ കയറിയ സമയത്ത് അവിടെ അടുത്ത് കണ്ടതാണ്. ഇവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഫുഡ് കഴിക്കാമെന്ന് വെച്ചാലും അന്നം മസാല ദോശ കഴിച്ചു. പിന്നെ ഞങ്ങൾ ചായയും പരിപ്പുവടയും കഴിച്ചു. പിന്നെ അവിടെ ഞങ്ങളൊരു വാഷ്റൂമിൽ കയറി. മഹാമോശം വാഷ്റൂം, അതും 5 രൂപ കൊടുത്തിട്ട് കയറിയത്. വലിയ രസമില്ലായിരുന്നൊരു ബാത്റൂം. പിന്നെ ഞങ്ങൾ പയ്യെ വേറൊരു സ്ഥലത്ത് പോയപ്പം വഴിക്ക് വെച്ച് നല്ല കൃഷി ഇത് കണ്ടുകൊണ്ട് ഞങ്ങൾ ആ വഴി കൂടെ പോയപ്പോൾ കുറേ ക്യാരറ്റ് കൃഷികൾ നല്ല രസമുണ്ടായിരുന്നത് കാണാനായിട്ട്. കുറേ ഇടത്ത് ഇങ്ങനെ അവർ കൃഷി ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ടിങ്ങനെ നടക്കുമായിരുന്നു കുറച്ച് നേരം. പിന്നെ ഞാൻ ഇങ്ങനെ കൃഷിയുടെ ആ റോഡ് വഴി കൂടി ഇങ്ങനെ നടന്ന് ഞങ്ങൾ കണ്ട് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ നടക്കുമായിരുന്നു. ഞങ്ങൾ ആ പോയ സ്ഥലത്തിൻ്റെ ടോപ്പായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. ആ ടോപ്പ് വ്യൂ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങളൊരു സ്ഥലത്ത് ഇങ്ങനെ നിന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡെന്ന് പറഞ്ഞാൽ ഇച്ചിരി മാഗിയും ചോളവും കൂടെ വാങ്ങി ഞങ്ങൾ കഴിച്ചു. എല്ലാം നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. ഞങ്ങളതെല്ലാം കഴിച്ച് ആ ചൂടത്ത് മാഗി കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു കുന്ന് പോലെ ഫുൾ മഞ്ഞ കളറിലെ ഒരു ഇത് കണ്ടു. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞങ്ങൾ അത് കണ്ടിട്ട് അവിടെ കുറേ നേരം നോക്കി. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഓരോന്നോരോന്ന് പൂക്കളൊക്കെ കണ്ടിട്ട് ഇതൊക്കെ നോക്കി എന്തൊക്കെയാണ് നിങ്ങൾ നോക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ പയ്യെ അങ്ങോട്ടേക്ക് നടന്നു, ആ പൂക്കളുള്ള സ്ഥലത്തേക്ക്. പിന്നെ അങ്ങനെ നടന്ന് ഒരു കാട് പോലത്തെ സ്ഥലമായിരുന്നു. കുറേ പൈൻ ഗാർഡൻസിൻ്റെ ഒക്കെ ഇടയിൽ കൂടെയാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് ആ മറ്റേ മഞ്ഞ മല കണ്ടെടുത്ത് ചെന്നെത്തി. നല്ല രസമുണ്ടായിരുന്നു. അതായത് ഒരു ഫുൾ ഇങ്ങനൊരു തടാകം പോലെ എടുത്ത് ഫുൾ മഞ്ഞ കളറിലെ കാണാൻ നല്ല രസമാണ്. ഫോട്ടോ കാണാൻ നല്ല ഭംഗിയായിരുന്നു നേരെ കാണാനായിട്ട്. ഇവിടെ ഫുൾ നമ്മൾ നോക്കും, ഫുൾ മഞ്ഞ കളർ, ആ മഞ്ഞ പുറച്ച മല എന്നൊക്കെ പറയുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ ഫാമിലി ഫോട്ടോ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇതാണ് ഞങ്ങൾ ആ സ്ഥലത്ത് കണ്ടിരുന്ന മൊത്തം വ്യൂ. ഒരൊറ്റ വ്യൂവിൽ എന്ത് ഭംഗിയായിരുന്നു കാണാമെന്നറിയാമോ. ഇവിടെ ഞങ്ങൾ കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും കുറേ നേരം ഫോട്ടോ ടൈമായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പയ്യെ അവിടെ നിന്ന് മൂവ് ചെയ്തു. ഏതോ കാട് വഴി കൂടെ അമ്മേട്ടൻ കൊണ്ടുപോവാ. വല്ല പുലിയോ എന്തേലും പിടിച്ചാലോ എന്താണെന്നറിയത്തില്ല. അമ്മേട്ടനെ ഓടിച്ചിട്ട് തല്ലും ഗൈസ്. ചാണകം ഇപ്പിട്ടിട്ടുണ്ട്. കുതിരച്ചാണകമാണ് ഗൈസ്. കുതിരച്ചാണകം നോക്കിയാണ് നമ്മൾ പോണേ. നമ്മൾ എവിടെയോ വെച്ച് പെട്ടുപോയി ഗൈസ്. പേടിയാവുന്നു ഗൈസ്. റോഡ് കാണുന്ന സ്ഥലമെത്തി ഗൈസ്. നോക്കൂ ഗൈസ്. അയ്യാ, ഫൈനലി റോഡ് കണ്ടെന്ന് തോന്നുന്നു. അമലേട്ടൻ റോഡ് കണ്ടു, ഞാൻ കണ്ടില്ല. പിന്നെ ഞങ്ങൾ ആ മഞ്ഞമലേൻ്റെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഞങ്ങൾ സെൻറ്റ് സ്റ്റീഫൻസ് ചർച്ച്, ഒരു CSI പള്ളിയായിരുന്നു. അത് ഞാൻ കുറച്ച് റീലുകളിൽ കണ്ടായിരുന്നു. ഞായറാഴ്ച ദിവസം ഒരു ഗ്രാൻഡ്മ അവിടെ ഫുഡൊക്കെ കൊടുക്കുന്നത്. അപ്പം അത് കാണാൻ വേണ്ടിയാണ് മെയിൻലി വന്നത്. പിന്നെ പള്ളിയും കാണാനായിട്ട് വന്നതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും ഇച്ചിരി ലേറ്റായി. അപ്പം എല്ലാ സാധനവും ഓൾമോസ്റ്റ് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അത് ട്രൈ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഒരു തലശ്ശേരി റെസ്റ്റോറൻറ്റ്, അങ്ങനെ റെസ്റ്റോറൻറ്റിലാണ് കയറി കഴിച്ചത്. അവിടുന്ന് ഞങ്ങൾ ബിരിയാണിയും പിന്നെ പപ്പ മമ്മി എല്ലാം ചോറുമാണ് കഴിച്ചത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ മറ്റേ ലൗഡായിൽ
റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ ചെന്ന് നോക്കിയപ്പം നിറച്ചും ആളായിരുന്നു. പിന്നെ വല്ല ട്രെയിൻ വരുമോ എന്ന് നോക്കി. പക്ഷെ ഞങ്ങൾ പോയി കഴിഞ്ഞ് ഒരു 10 മിനിറ്റിന് ട്രെയിൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ ട്രെയിൻ കാണുന്നത് മിസ്സാക്കി. പക്ഷെ അത് നല്ല രസമുണ്ടായിരുന്നു, ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴക്കാറ് വന്നു, മഴയും പെയ്തു. അതുകൊണ്ട് ഞങ്ങൾ ബാക്കി ഇതെല്ലാം അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകുമായിരുന്നു. ഭയങ്കര മഴയായിരുന്നു, നല്ല തണുപ്പും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, ഊട്ടിയിൽ ഒരു 12 മണി 1 മണിയൊക്കെ നിന്നപ്പോൾ, ഞങ്ങൾ പോയത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു. അപ്പം നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. മഴയായതുകൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങ് തിരിച്ചു. വയനാട് വരെ പോകണമായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളങ്ങ് നേരത്തെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ മഴയൊക്കെ ഒന്ന് തോർന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ആ സൂയിസൈഡ് പോയിൻറ്റിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ പോയപ്പോൾ 5 മണി വരെ ഉള്ളായിരുന്നു സമയം. ഞങ്ങൾ ചെന്നപ്പം 5:15 എന്തോ ആയിരുന്നു. അതുകൊണ്ട് അതും പോകാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ തിരിച്ചു. പിന്നെ വരുന്ന വഴിക്ക് പച്ചക്കറി കണ്ടു കുറച്ച്. അപ്പം ഞങ്ങൾ ക്യാരറ്റ് കുറച്ച് വാങ്ങി. അമ്മയും മോനും കൂടി വഴക്കുണ്ടാക്കുകയാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ ചായ എല്ലാം കുടിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ച് വന്നപ്പോൾ ഭയങ്കര ബ്ലോക്ക്. ഒരു 3 മണിക്കൂർ ബ്ലോക്കിൽ പെട്ടു ഞങ്ങൾ. പിന്നെ അവസാനം വീട്ടിലെത്തി. താങ്ക് യു ഗൈസ്.